തൃശൂർ കേരള കലാമണ്ഡലത്തിൽ കൂട്ടപ്പിരിച്ചുവിടൽ. കലാമണ്ഡലത്തിൽ താൽക്കാലിക ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെയുള്ള ജീവനക്കാരെ പിരിച്ചുവിട്ടു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നടപടി. ആനന്ദ് പുത്തൂർ ചേർന്ന വിവരങ്ങളുമായി. ആനന്ദ്, വളരെ അധികം ആളുകൾ, 60-ലധികം ആളുകളെ പിരിച്ചുവിടുക എന്ന് പറയുമ്പോൾ എങ്ങനെ പിന്നെ അവിടെ അധ്യയനം സാധ്യമാകും, മറ്റ് കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്? എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധി വലിയ തോതിൽ പിടിമുറുക്കിയിരിക്കുന്നത് പലയിടങ്ങളിലുമുണ്ട്. ഇവിടെ ഇപ്പോൾ കലാമണ്ഡലത്തിൽ സംഭവിച്ചത് എന്താണ്? വീണ, എന്തായാലും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ ബാധിച്ചിട്ടുണ്ടെന്നതിന്റെ അടുത്ത തെളിവായിട്ട് തന്നെയാണ് അത്തരത്തിൽ ഈ തൃശൂർ കേരള കലാമണ്ഡലത്തിൽ കൂട്ട പിരിച്ചുവിടലുമായി സർക്കാർ എത്തിയിട്ടുള്ളത്. അതായത് കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരെയാണ് ഇത്തരത്തിൽ പിരിച്ചുവിട്ടിട്ടുള്ളത്. അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെയുള്ള ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഏതാണ്ട് 68ഓളം പേർ പിരിച്ചുവിട്ടതിൽ അധ്യാപകരാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കലാമണ്ഡലം എത്തിയത് എന്ന് തന്നെയാണ് രജിസ്ട്രാറുടെ ഉത്തരവിൽ നിന്നും വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് അത്തരത്തിലുള്ള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിൽ ഈ സ്വമേധയാ അത്തരത്തിലുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കാദമികൾ അവരവരുടെ ചെലവിനുള്ള പണം കണ്ടെത്താനുള്ള ഒരു വിചിത്ര സർക്കുലറും സർക്കാർ ഇറക്കിയിരുന്നാലും ഇപ്പോൾ വീണ്ടും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ കലാമണ്ഡലത്തിലെ ഈ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വീണ.